ചെമ്പനീർ പൂവിൽ നമ്മുടെ രേവതിയുടെ തലവര മാറി മറിയാൻ പോകുന്നു പ്രേക്ഷകരെ. അതെ, ആ സമൂഹ വിവാഹത്തിന്റെ 500 മാലയുടെ ഓർഡർ നമ്മുടെ സച്ചി കൊണ്ടുവന്ന് രേവതിക്ക് മേടിച്ചു കൊടുക്കുക. അപ്പൊ രേവതിയും സച്ചി ആണെങ്കിൽ നേരെ നേരെ മിണ്ടില്ലല്ലോ. അപ്പൊ അച്ഛൻ വഴിയാട്ടോ ഈ കോൺവെർസേഷൻ ഒക്കെ. അപ്പൊ നമ്മുടെ സച്ചി വന്നിട്ട് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ 500 മാലയ്ക്ക് ഓർഡർ ഉണ്ടെന്ന് അവളോട് പറ, മറ്റന്നാൾ രാവിലെ 9 മണിക്ക് കൊടുക്കണം എന്നൊക്കെ പറയാൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് ചെക്കും നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, കൃത്യമായിട്ട് എപ്പോ എവിടെ വെച്ചൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയാൻ പറ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ അച്ഛൻ വഴിയാട്ടോ സംസാരിക്കുന്നതൊക്കെ. അതിനുശേഷം നമ്മുടെ രേവതി ഇങ്ങനെ രാത്രി കറണ്ട് പോയതിനു ശേഷം ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു പോകുമ്പോൾ നമ്മുടെ സച്ചിയെ കാണുകയാണ്. പിന്നീട് അവരിങ്ങനെ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്ന ആ ഒരു മെഴുതിരി വെട്ടത്തിൽ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി രംഗവും ഇതിന് ശേഷം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പെട്ടെന്ന് വരികയും നമ്മുടെ ചന്ദ്രമതിയെ കണ്ട് ഇവരൊക്കെ പേടിച്ച് പറിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ ചന്ദ്രമതി ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ ആ ഒരു ചർമ്മകാന്തി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലായിരിക്കും. അപ്പൊ നമ്മുടെ ചന്ദ്രമതി ആ ഒരു കോലത്തിൽ നമ്മുടെ സച്ചിൻ രേവതിയും കൂടി കാണുമ്പോൾ അവരിങ്ങനെ പ്രേതമാണെന്ന് കരുതി ഇങ്ങനെ ഞെട്ടുന്ന ഒരു രംഗവും ഇതോടൊപ്പം തന്നെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡായിട്ട് വരാൻ